ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: കൈമ റൈസ് 2 കപ്പ്, സവാള ഒരു വലിയ സൈസ്, ക്യാരറ്റ് മീഡിയം സൈസ് ഹാഫ് പീസ് മതി, ഓയിൽ ആവശ്യത്തിന്, RKG 2 ടീസ്പൂൺ, വെള്ളം 3 കപ്പ്, സോൾട്ട് ആവശ്യത്തിന്. മസാലയ്ക്കും ഫ്ലേവേഴ്സിനും വേണ്ടി ജീരകം 1/4 ടീസ്പൂൺ, ഏലയ്ക്ക, കറുവാപ്പട്ട, ഗ്രാമ്പു 1-2 പീസ്, കറുവാപ്പട്ട ഇല 1 ലീഫ് മതി, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന ഇല, ചെറുനാരങ്ങ നീര് ആവശ്യത്തിന്. ഉണ്ടാക്കുന്ന വിധം: അടികട്ടിയുള്ള ഒരു പാത്രം എടുത്ത് കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിക്കുക. സവാള നീളമായി അരിഞ്ഞെടുത്തതിൽ 1/4 ഭാഗം ഫ്രൈ ചെയ്യുക. ബാക്കി വന്ന സവാള നമുക്ക് മാറ്റി വെക്കാം. സവാള നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ അത് മാറ്റി വെച്ചുകൊള്ളുക. അതിലേക്ക് ക്യാരറ്റും കറിവേപ്പിലയും ഇട്ട് ലൈറ്റായി ഫ്രൈ ചെയ്യുക. ഇതും മാറ്റി വെക്കുക. പിന്നെ ബാക്കി വന്ന എണ്ണയിൽ 1/4 ടീസ്പൂൺ ജീരകം, ഏലയ്ക്ക, കറുവാപ്പട്ട, ഗ്രാമ്പു, കറുവാപ്പട്ട ഇലയൊക്കെ ആഡ് ചെയ്യുക. സ്പൈസസ് പൊട്ടാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ള സവാള ആഡ് ചെയ്യുക. ബാക്കിയുള്ള ക്യാരറ്റ്, കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതിൽ നമുക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർക്കുക. സോൾട്ട് ചേർക്കുന്നത് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ RKG ആഡ് ചെയ്യുക. ഇതാണ് നെയ്ച്ചോറിൻ്റെ മെയിൻ ഫ്ലേവർ കൊടുക്കുന്നത്. 3 കപ്പ് ചൂടുള്ള വെള്ളം കൂടി ആഡ് ചെയ്യുക. 3 കപ്പ് വെള്ളം എടുക്കുന്നത് 2 കപ്പ് അരിക്ക് 3 കപ്പ് എന്ന മെഷർമെൻറ്റിലാണ്. വെള്ളം നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ കഴുകി വെച്ച റൈസ് നമുക്കിതിൽ ചേർക്കാം. ഫസ്റ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുക. പിന്നെ അത് ലോ ഫ്ലെയിമിൽ കൂടി കുക്ക് ചെയ്യാം. വെള്ളം ഏകദേശം വറ്റി വരുമ്പോൾ ആവശ്യത്തിന് ചെറുനാരങ്ങ നീര് ചേർക്കുക. റൈസ് ഓവറായിട്ട് വേവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചേർക്കുന്നത്. റൈസ് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുകളിൽ നമുക്ക് ഫ്രൈ ചെയ്ത ഓനിയന്, ഫ്രൈ ചെയ്ത ക്യാരറ്റ്, കറിവേപ്പില 1 ടീസ്പൂൺ, RKG, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന ഇതിൽ ചേർക്കാം. പിന്നെ ഇത് 10 മിനിറ്റ് കൂടി മൂടി മാറ്റി വെക്കുക. 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നെയ്ച്ചോറ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഇതിൽ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും.